ഹലോ, ഞാൻ നമ്മുടെ മാർക്കോ, നമ്മുടെ ഉണ്ണിമൂന്നിൻ്റെ സിനിമ ഞാൻ 2-3 ദിവസം മുമ്പ് കണ്ടു. ഇപ്പോഴാണ് കണ്ടത് കേട്ടോ. OTT വന്നതിന് ശേഷം കണ്ട്. തിയേറ്ററിൽ പോയില്ല. തിയേറ്ററിൽ പോകാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. കാരണം എന്നാ വല്ല ബോധം കെടുവോ തല കറങ്ങുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നാണക്കേടായി പോയല്ലേ, ഭയങ്കര വയലൻസ് ആണെന്ന് കേട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് OTT വെയിറ്റ് ചെയ്തു. കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സംശയം, അത് മാർക്കോയോട് ചോദിക്കാനുള്ളത്, മാർക്കോ നിങ്ങൾ ആക്ച്വലി നല്ലവരാ കെട്ടവരാ? ரொம்ப കുഴപ്പമാ ഇருக்கு. കാരണം അത് സ്പോയിലർ അലർട്ട് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇഫ് യു ഡിഡ്ന്റ് വാച്ച് ദ മൂവി, ഡോണ്ട് വാച്ച് ദിസ് വീഡിയോ. കാരണം അതിൻ്റെ കഥയിൽ ഉണ്ണിമൂന്നിൻ്റെ ക്യാരക്ടർ മാർക്കോയെ ഒരു വലിയ റിച്ച് ഫാമിലി ദത്തെടുത്ത് കൊണ്ടുവന്നതാണ് അവരുടെ കുടുംബത്തേക്ക്. അവർക്ക് ഓൾറെഡി 3 മക്കളുണ്ട്, 2 മകനും 2 ആൺമക്കളും 1 മകളും. അപ്പോൾ ഇളയ മകനെ ഓൾറെഡി വില്ലന്മാർ കൊന്നു. ബാക്കി എല്ലാവരെയും മാർക്കോയുടെ മുമ്പിലിട്ട് കൊന്നു. ആ ഫാമിലിയിലെ എല്ലാവരെയും. മാർക്കോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, അവിടെ ഇരിക്കാനേ പറ്റുള്ളൂ, അല്ലാഹ് കൊണ്ടുണ്ട്. അത് കഴിഞ്ഞ് മാർക്കോ പിന്നെ ജാക്കറ്റൊക്കെ ഇട്ട് പോയി വില്ലന്മാരെ കൊന്നു. ഇപ്പം എനിക്കൊരു സംശയം, ഇപ്പം എന്താ സംഭവിച്ചേ? ആ കുടുംബത്തിൻ്റെ സ്വത്തെല്ലാം മാർക്കോയ്ക്ക് കിട്ടി. ശല്യപ്പെടുത്താനുണ്ടായിരുന്ന വില്ലന്മാരെയും മാർക്കോ തട്ടി. മാർക്കോയുടെ ഗേൾഫ്രണ്ടിനെയും വില്ലന്മാർ കൊന്നു, എല്ലാവരെയും കൊന്നു. പിന്നെ ഈ ചോദ്യം, അപ്പം എനിക്ക് ഡൗട്ടിക്ക് മാർക്കോയാണോ വില്ലൻ? ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ കണ്ടത്. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, എടാ ഇനി ഡയറക്ടർ ബ്രില്യൻസ് വല്ലതും ആണോ, ഇനി മാർക്കോയാണോ ഈ കഥയിലെ വില്ലൻ? കാരണം നമുക്ക് അങ്ങനെയല്ലേ തോന്നുള്ളൂ. ഇനി ഈ ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ആ സിനിമയിലെ ഏറ്റവും ഇളയ അനിയൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ വയറ്റിലുണ്ടായിരുന്ന ഒരു കൊച്ചിനെ വില്ലന്മാർ കൊണ്ടുപോയി അതിനെ രക്ഷിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഈ സിനിമ കണ്ടിട്ട് എന്താ തോന്നിയത്? അങ്ങനെ തോന്നിയായിരുന്നോ? കമൻറ്റ് ചെയ്യേ.